ഹായ് എവ്രി വൺ, ദിസ് ഇസ് വർഷ ആൻഡ് വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ കോൺഫിഡൻസ് കൂട്ടാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ചില ടിപ്സുമായിട്ടാണ്. നമ്മുടെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് നമ്മളുടെ എല്ലാ മേഖലയിലും, പേഴ്സണൽ ആയിക്കോട്ടെ, പ്രൊഫഷണൽ ആയിക്കോട്ടെ, അതേസമയം നമ്മളുടെ ഫാമിലി ലൈഫ് ആയിക്കോട്ടെ, എല്ലാ ഭാഗത്തെയും ടച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മളൊരു കോൺഫിഡൻ്റ് ആയിട്ടുള്ള അമ്മയാണെങ്കിൽ ആ കോൺഫിഡൻസ് ഓട്ടോമാറ്റിക്കലി നമ്മളുടെ കുഞ്ഞുങ്ങളിലേക്ക് കിട്ടും. അതേസമയം നമ്മളൊരു കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ അത്രയും കോൺഫിഡൻസ് തന്നെ നമ്മളുടെ ടീമിലേക്കും, നമ്മളുടെ ഫാമിലിയിലേക്കും, നമ്മളുടെ ചുറ്റുപാടിലേക്കും നമുക്ക് റേഡിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളുടെ കോൺഫിഡൻസ് കൂട്ടുക എന്നുള്ളത് നമ്മളുടെ മാത്രം റെസ്പോൺസിബിലിറ്റി ആണെന്നുള്ളത് ആദ്യം തിരിച്ചറിയാം. എപ്പോഴും നമ്മൾ നമുക്ക് നൽകുന്ന അഫർമേഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമുക്ക് തന്നെ നൽകുന്ന നിർദ്ദേശങ്ങൾ, അത് പോസിറ്റീവായിരിക്കാനും അതുപോലെ തന്നെ പ്രാക്ടിക്കലായിരിക്കാനും ശ്രദ്ധിക്കുക. നമ്മൾ പലപ്പോഴും ചെറുപ്പം മുതലേ നമ്മുടെ ഉള്ളിൽ ചില നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കയറിയിട്ടുണ്ടാവും. ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മളുടെ കോൺഫിഡൻസ് ഇല്ലാത്തതിനുള്ള ഒന്നാമത്തെ കാര്യം. പലപ്പോഴും പലരുടെ ഉള്ളിലും ചെറുപ്പത്തിൽ പാരൻസോ അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കളോ അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആൾ ചിലപ്പോൾ തമാശയ്ക്ക് അവർ പറഞ്ഞ കാര്യമായിരിക്കും, പക്ഷേ അവർ പറഞ്ഞത് നമ്മളുടെ ഉള്ളിൽ കയറിയിട്ടുണ്ടാകും. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, എൻ്റെ പല്ല് കുറച്ച് പൊന്തിയതായിരുന്നു. അപ്പം ഞാൻ ചിരിക്കുമ്പോൾ അത് എൻ്റെ ഒരു തമാശയ്ക്ക് ഒരാൾ എന്നെ കളിയാക്കി, അതെനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളാണ്, നീ അധികം പല്ല് കെട്ടി ചിരിക്കണ്ട, നീ ചിരിച്ച് കഴിഞ്ഞിട്ടെല്ലാം പോയി എന്ന് പറഞ്ഞ ഒരു ചെറിയ തമാശയ്ക്ക് അദ്ദേഹം പറഞ്ഞതാണ്. പക്ഷേ ഇന്നും ഒരു ക്യാമറയിലേക്ക് ഒരു ഫോട്ടോ എടുക്കുമ്പോൾ എനിക്ക് ചിരിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതെൻ്റെ കോൺഫിഡൻസ് ഇല്ലാതാക്കുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷേ പോകെ പോകെ ഞാൻ തന്നെ അത് വർക്ക് ചെയ്ത് മാറ്റിയെടുക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ അതുപോലെ നമ്മളുടെ ഉള്ളിലേക്ക് നമ്മൾ ചെറുപ്പം മുതലേ കൊടുത്തിരിക്കുന്ന അഫർമേഷൻസ് അത് മാറ്റാനായിട്ട് പെട്ടെന്നൊന്നും പറ്റില്ല. അപ്പോൾ നമ്മൾ പതുക്കെ ആദ്യം നമ്മുടെ ഫൗണ്ടേഷൻ തറപ്പണി നന്നായിട്ട് സ്ട്രോങ് ആണെങ്കിൽ പിന്നെ അങ്ങോട്ട് കെട്ടിപ്പോക്കുക അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും ആയിരിക്കില്ല, അല്ലേ? അപ്പോൾ നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള ഇന്നർ ചൈൽഡിനെ ആദ്യം ഹീൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് നമ്മളുടെ ഉള്ളിൽ ആ കുഞ്ഞു കുട്ടി ഒരാളുണ്ട് ഉള്ളിൽ, ആ കുട്ടീനെ നമ്മൾ ഹീൽ ചെയ്യുക. അതായത് ആ കുട്ടീൻ്റെ അടുത്ത് പറയാം, എടാ നീ നല്ല കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആളാണ്, നിനക്ക് ഇന്ന കഴിവുകളുണ്ട്, നിന്നെക്കൊണ്ടത് സാധിക്കുമെന്ന് നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള കുഞ്ഞിനോട് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താ, ആ കുഞ്ഞിന് ഒരു കോൺഫിഡൻസ് വരും. അത് നമ്മളുടെ ഉള്ളിലേക്കും റേഡിയേറ്റ് ചെയ്യും. അത് നമുക്ക് പുറത്തേക്ക് അതേപോലെ തന്നെ റിഫ്ലക്റ്റ് ചെയ്യാനും സാധിക്കുന്നതായിരിക്കും. രണ്ടാമത്തത്, പ്രാക്ടീസ് ഐ കോണ്ടാക്ട്. നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ താഴെ നോക്കിയോ ഫോണിൽ നോക്കിയോ അല്ലെങ്കിൽ വലിയ ഇൻട്രസ്റ്റ് ഇല്ലാതെ നിന്ന് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ കോൺവെർസേഷന് വലിയ ജീവനൊന്നും ഉണ്ടാവില്ല. വെറുതെ എന്തെങ്കിലുമൊക്കെ പറയാമെന്നല്ലാണ്ട് നമ്മളുടെ ഉള്ളിലും അവരുടെ ഉള്ളിലും ആ കാര്യം കേൾക്കാനുള്ള ഒരു ജിജ്ഞാസയോ ഒരു ആഗ്രഹമോ ഒന്നും ഉണ്ടാവില്ല. അതേസമയം നമ്മൾ മറ്റുള്ളവരായിട്ട് സംസാരിക്കുമ്പോൾ അയാളുടെ കണ്ണിൽ നോക്കി സംസാരിക്കുക. അപ്പോൾ നമുക്ക് എന്തുണ്ടാവുക, നമ്മളും അയാളും തമ്മിലുള്ളൊരു കണക്ഷൻ സ്ട്രോങ് ആവാനും നമ്മളുടെ കോൺഫിഡൻസ് കൂടുന്നതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെയും കോൺഫിഡൻസ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യണം. അല്ലെങ്കിൽ അദ്ദേഹത്തിനും ഒരു ബൂസ്റ്റ് കിട്ടുകയാണ്. ഞാൻ പറയുന്നത് കേൾക്കാൻ ഒരാളുണ്ടല്ലോ, അല്ലെങ്കിൽ ഞാൻ പറയുന്നതും അദ്ദേഹം ശ്രദ്ധിക്കുന്നുണ്ട്, എനിക്ക് അദ്ദേഹം വാല്യൂ തരുന്നുണ്ട് എന്നുള്ളൊരു പോയിൻ്റ് അവിടെ വരും. സോ രണ്ടാമത്തെ കാര്യം, പ്രാക്ടീസ് ഐ കോണ്ടാക്ട്. മൂന്നാമത്തെ കാര്യം, ഗിവ് ആൻഡ് റിസീവ് കോംപ്ലിമെൻറ്റ്സ്. അതായത് നമ്മൾ മറ്റുള്ളവർക്ക് കോംപ്ലിമെൻറ്റ്സ് കൊടുക്കുക. നമ്മളെക്കൊണ്ട് പറ്റുന്ന കാര്യമാണത്. കാരണം എന്താ, നല്ലത് കണ്ടാൽ നല്ലതെന്ന് പറയണം. ചിലപ്പോൾ നമുക്ക് മടിയാണ്, നമ്മൾ കോംപ്ലിമെൻറ്റ് കൊടുത്താൽ അവന് അഹങ്കാരമായി പോയാലോ, അതല്ലെങ്കിൽ അത് നമ്മുടെ കോംപ്ലിമെൻറ്റ്സിനൊക്കെ അവിടെ വാല്യൂ ഉണ്ടോയെന്ന്. എല്ലാവരുടെയും കോംപ്ലിമെൻറ്റ്സിന് വാല്യൂ ഉണ്ട്. നമുക്ക് എല്ലാവരുടെയും കാര്യത്തിന് അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ കണ്ടാൽ നല്ലതെന്ന് പറയാൻ പഠിക്കണം എന്ന് പറയും ചെറുപ്പത്തിൽ. എൻ്റെ അച്ഛൻ പറയുന്നൊരു കാര്യമാണ്, നല്ലത് കണ്ടാൽ നല്ലതെന്ന് പറയാൻ പഠിക്കണം. അതുകൊണ്ട് നമുക്ക് കോംപ്ലിമെൻറ്റ്സ് കൊടുക്കുമ്പോൾ നമ്മളുടെ ഉള്ളിലും ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവും, അതോടൊപ്പം അത് കേൾക്കുന്ന ആൾക്കും ഒരു സന്തോഷം ഉണ്ടാവും. രണ്ടാമത്തേത്, നിങ്ങൾക്ക് ഒരു കോംപ്ലിമെൻറ്റ് കിട്ടുമ്പോൾ അതിനെ കൊച്ചാക്കി കാണാനോ അതിനെ കുറച്ച് കാണാനോ നിൽക്കരുത്. അതായത് പക്ഷേ ഇത് നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാൽ, അതിനെന്താടി, അതൊന്നും വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല, ഞാനൊന്നും വിചാരിച്ചതല്ല എന്നെക്കൊണ്ടത് പറ്റുമെന്ന്. അങ്ങനെ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ നമ്മളുടെ വർക്കിനെ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ തന്നെ ഒന്ന് താഴ്ത്തി കാണിക്കുന്നതിന് തുല്യമാണ്. അപ്പം മറ്റുള്ളവർ നിങ്ങൾക്കൊരു കോംപ്ലിമെൻറ്റ് തരികയാണെങ്കിൽ താങ്ക് യു,
ഐ ഡിസേർവ് ഇറ്റ്, എനിക്ക് അർഹതപ്പെട്ട കോംപ്ലിമെൻ്റാണ്, താങ്ക് യു എന്ന് നിങ്ങൾ നിങ്ങളോട് പറയുക. മറ്റേയാളോട് പറയുക ഓ താങ്ക് യു, അതിൻ്റെ കൂടെ വേറെ അഡീഷണൽ ആയിട്ടൊന്നും കൂട്ടിച്ചേർക്കണ്ട. ഓക്കെ. നാലാമത് ഡ്രസ് കോൺഫിഡൻ്റ്ലി. അതായത് നിങ്ങളൊരു ഇമ്പോർട്ടൻ്റ് ആളാണ് എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ നല്ല വസ്ത്രധാരണം, ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഒരുപാട് വില കൂടിയതോ അതല്ലെങ്കിൽ നിങ്ങളെക്കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റും, നിങ്ങളെക്കൊണ്ട് അത് വാങ്ങിക്കാനോ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളല്ല. അതേസമയം നമ്മൾ ധരിക്കുന്ന വസ്ത്രം വളരെ നീറ്റായിരിക്കാനും ക്ലീൻ ആയിരിക്കാനും ഒന്ന് അയൺ ചെയ്ത് നല്ല നീറ്റായിട്ട് നിങ്ങൾ നിങ്ങളുടെ തന്നെ ഒന്ന് പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ വരുന്ന ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലുതാണ്. അപ്പോൾ നിങ്ങളത് നിങ്ങളുടെ വീട്ടിലായിക്കോട്ടെ പുറത്തായിക്കോട്ടെ എവിടെയാണെങ്കിലും നിങ്ങൾ ധരിക്കുന്ന വസ്ത്രം നീറ്റ് ആൻഡ് ഓർഗനൈസ്ഡ് ആയിരിക്കാനും ക്ലീൻ ആയിരിക്കാനും എപ്പോഴും ശ്രദ്ധിക്കുക. ഒന്ന് ഒരുപാട് നരച്ചതോ അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ കീറിയതോ ഒന്നും ധരിക്കാതെ നിങ്ങൾ എന്താണോ ധരിക്കുന്നത്, വില കൂടിയതോ കുറഞ്ഞതോ എന്താണോ ധരിക്കുന്നത് അത് നീറ്റ് ആൻഡ് ഓർഗനൈസ്ഡ് ആയിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലാസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് സേ നോ. അതായത് എല്ലാവരെയും ഒന്നും സന്തോഷിപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, എല്ലാവരുടെയും ജോലികൾ നമ്മൾ ഏറ്റെടുത്ത് നടത്താനും പറ്റില്ല. നോ പറയേണ്ടടുത്ത് നോ പറഞ്ഞ് തന്നെ കാര്യങ്ങൾ നടത്താം. അല്ലെങ്കിൽ പിന്നെയും നമ്മുടെ ഉള്ളിലേക്ക് വർക്കുകൾ വന്നുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലാണെങ്കിൽ അമ്മമാർ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തോളാം, ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞ് എല്ലാം അവർ ഏറ്റെടുക്കുന്നതും അവർക്കത് ഒരു പോയിൻ്റ് എത്തിക്കഴിയുമ്പോൾ അവർക്ക് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ വീട്ടമ്മമാരായിക്കോട്ടെ ജോലി സ്ഥലത്തായിക്കോട്ടെ എവിടെയാണെങ്കിലും നമ്മൾ നോ പറയേണ്ടടുത്ത് നോ പറയുക. അതായത് ആളുകളെ ഒരു പരിധിയിൽ കൂടുതൽ നമ്മുടെ ലൈഫിൽ ഇൻ്റർഫെയർ ചെയ്യാനോ നമ്മൾക്ക് വേണ്ടി ഡിസിഷൻസ് എടുക്കാനോ നമ്മൾ ഒരു അവസരം കൊടുക്കരുത്. പറയേണ്ടടുത്ത് നോ പറയുക തന്നെ വേണം, അതിന് ഒന്നും ചിന്തിക്കുകയേ വേണ്ട. കാരണം ഒരു നോ കൊണ്ട് നമുക്ക് ഭാവിയിലുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളുടെ ലൈഫിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ നമ്മുടെ കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തൊരു 30 ദിവസത്തേക്ക് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഈ കാര്യങ്ങളൊന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കുക. ചെറിയ രീതിയിൽ നോ പറയാനും അതുപോലെ തന്നെ നിങ്ങളുടെ വസ്ത്രധാരണം ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ ചെറിയ കോംപ്ലിമെൻറ്റ്സ് മറ്റുള്ളവർക്ക് നൽകാനും മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ അവരുടെ ഉള്ളിലേക്ക് അവരുടെ കണ്ണിലേക്ക് നോക്കി സംസാരിക്കാനും നിങ്ങളോട് സംസാരിക്കുമ്പോൾ നല്ല അഫർമേഷൻസ്, അതായത് നിന്നെ കൊണ്ടത് പറ്റും, ചെയ്തു നോക്കുക വർഷ, അല്ലെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ, അതെങ്ങനെയുണ്ടാവും നോക്കാമല്ലോ എന്ന് നിങ്ങളോട് തന്നെ പറയാം. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി നിങ്ങളുടെ കോൺഫിഡൻസ് കൂട്ടാനായിട്ട് നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.